ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ഫേമസ് ആയിട്ടുള്ള കടയാട്ടോ, ബീഫ് ബോളിയും കിട്ടുന്നത് പാലയിൽ. ബൗബോവിന്റെ കാര്യം മറന്നുപോയില്ല. ബൗബോ ഉണ്ടെന്ന്, ബൗബോ മനസ്സിലായോ? കുഞ്ഞ് ഫോൺ ചെയ്യില്ലേ, മമ്മി മമ്മി എന്ന് പറയില്ലേ? ആ മമ്മിയാണ് ഈ മമ്മി. അച്ഛൻ പോയി. നീ എപ്പോഴും അച്ഛൻ്റെ കണ്ടതിരിക്കണല്ലേ? ഇപ്പൊ അമ്മീനെ കാണ്. കൊറേ നാളായില്ലേ കണ്ടിട്ട്? എവിടെയോ കണ്ട് പരിചയമുണ്ട്. മമ്മി മമ്മി എന്ന് പറഞ്ഞേ. സത്യം പറഞ്ഞാൽ ഇൻട്രോ ഒന്നും തരാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ഇതാ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് കോൺട്രാക്ടറാണ്. അപ്പം എൻ്റെ അങ്കിളിൻ്റെ വീട് പണിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീടിന് തൊട്ടടുത്താണ്. അതുകൊണ്ട് സൈറ്റിൽ വരുന്ന സമയത്തൊക്കെ ഞാനും കൂടെ വരും. അങ്ങനെയാണ് എനിക്ക് വീട്ടിൽ വരാനുള്ള ഓപ്ഷനുള്ളൂ. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല, ആകെ 1/2 മണിക്കൂറേ ഉള്ളൂ. എന്നാലും സൈറ്റിൽ വരുന്ന ടൈമിലാണ് വരുന്നത്. അമ്മ ദാ ചക്കയും മാങ്ങയൊക്കെ നോക്കി നടക്കുകയാണ്. നമുക്ക് വീട് പണി എവിടം വരെ ആയി എന്നൊന്ന് നോക്കാം. എൻട്രൻസ് ഒന്നുമില്ല, സൈഡ് ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ വഴി ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്നു. നമുക്ക് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നു ഇത് ഏത് ഭാഗം, അടുക്കളയുടെ പുറകാണോ നോക്കാം. ദൈവമേ, പണിയൊക്കെ ടേപ്പ് നടന്നുകൊണ്ടിരിക്കുക. പണിക്കാരൊക്കെ ചോറിനാൻ പോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇത് വർക്ക് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കിച്ചൻ്റെ ഏരിയ ആയിരിക്കും. ഇതൊരു റൂം, ബാത്റൂം, ഡ്രസ്സിങ് ഏരിയ, ബെഡ്റൂം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവണം. അതെനിക്കും മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. അതെന്തായാലും റൂമാണെന്ന് മനസ്സിലായി. ഇതാ ഒരു റൂം, ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ്. പണിക്കാരൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ സ്റ്റെപ്പുണ്ട്. ഇതൊക്കെ പണി നടക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഇവരെ പഴയ വീട്. ഈ വീട് പൊളിക്കുന്നില്ല, ഇതിനോട് ചേർന്ന് തന്നെയാണ് പണിയുന്നത്. ഇത് കിണർ. 2 മുറിയായിരിക്കും. കിണർ കുറേ നല്ല വെള്ളമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. എന്തായാലും എൻ്റെ ഹൗസ് വാമിങ്ങിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. മമ്മിയുടെ സ്പെഷ്യലാണ് തക്കാളിക്കച്ചാറ്, മീൻ വറുത്തത്, ബീൻസ് മെഴുക്കുവരട്ടി, പിന്നെ ഇതാ കണ്ണിമാങ്ങ അച്ചാർ. ഞങ്ങൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു രൂപം. ഇതാരാ ഇവിടെ ഇരിക്കണേ നോക്കിക്കേ, അനാലിയ. ഇത് കിച്ചണാണ്, വർക്ക് ഏരിയ ഉണ്ട്. പെട്ടെന്ന് പോകാൻ ഇറങ്ങി നിൽക്കുക എല്ലാവരും, അത് ഞാൻ പെട്ടെന്ന് എടുക്കുന്നു. ഇത് ബെഡ്റൂം, ഇത് അവളുടെ ഫോട്ടോ, ഇതാ ബാത്റൂം, ഇത് ഒരു റൂം കാണിച്ചാണ്, ഇത് ഒരു റൂം. വണ്ടിയിലായിരിക്കും അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. മമ്മിയോട് നോന്നോന്നോ ഉമ്മ എടുത്തരും. ഫോൺ എടുത്തരുന്നേ. ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ ഇതാ ഫുള്ള് കൊതുകിന് രാത്രി മാത്രമല്ല, ഇപ്പം പകലും നല്ല കൊതുക്. എവിടുന്നോ കയറി വരുന്നത്, എവിടുന്നാണ് കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾ തേങ്ങ വാങ്ങിക്കാൻ പോവാണ്. തേങ്ങ എടുക്കാൻ വന്നാണ് ഇവിടെ. ഇവിടെ ഒരു ബൗബൗവിനെ കണ്ടിട്ടുണ്ട്. ആള് ബൗബൗവിനെ നോക്കി നിൽക്കാണ്. എന്താ പട്ടീനെ ഇഷ്ടപ്പെട്ടോ അവർക്ക്? ആ പേടിക്കല്ലേ, കടിക്കൂല കേട്ടാ. നല്ല രസം. എന്തോരം കുറേ മരങ്ങളൊക്കെ ഉണ്ട് കണ്ടാ. ഒരു പഴയ സ്റ്റൈലിലെ വീട്, നല്ല ഒരു ആദ്യത്തെ ഉള്ള തറവാടുകളൊക്കെ ഇല്ലേ ഈ സിനിമയിലൊക്കെ കാണുന്നത്, അതുപോലെ ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ 2 ചക്കയും കൂടെ ഇട്ടോട്ട് പോകുന്നുണ്ട്. ഈ കണ്ട മാമേനെ? ആ കുഞ്ഞുമാവ് ഉണ്ടാവും. മറ്റേ പശു എന്തിയേ? മാമേനെ പേടിയാണോ? 2 പശുക്കളുണ്ട്. ഞാവും ഞാവും. ചേച്ചിയും പാവം ചേട്ടനുമായിരുന്നിട്ട് നമുക്ക് കുറച്ച് പേരയ്ക്കയും പഴവും ചക്കയൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. കൊച്ചിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട. ആ ചേച്ചി ഭയങ്കര കളിപ്പീരൊക്കെ ആയിരുന്നു. ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു. വന്നിരുന്നപ്പം മുതൽ ചക്കയുടെ മുകളിലാണ്. ചക്കയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാൻ പോവാണ്, അല്ലെങ്കിൽ ചീത്തയായി പോകണം. ചീത്തയായില്ല, പഴുത്ത് പോകും ചിലപ്പോൾ. ഇപ്പോൾ ആ സമയം 10:30 ഇത്രയും നേരം ചക്കയുടെ പുറകെയായിരുന്നു. അതുകൊണ്ട് ആ ചായയും ഡിന്നറും എല്ലാം ഒരുമിച്ചാണ് ഇന്ന്. ഇപ്പോൾ ആ സമയം 1 മണി കഴിഞ്ഞു. ഇപ്പോഴവൾ ഉറങ്ങാൻ കിടക്കുന്നത് തന്നെ. ഇപ്പം അങ്ങ് ഉറക്കി അങ്ങ് കിടത്തിയതുള്ളൂ. ഭയങ്കര 2 ദിവസമായിട്ട് ഈ ഒരു ടൈമിലാണ് ഉറങ്ങുന്നത്. അപ്പം അവളെ ഉറക്കാനുള്ള തിരക്കിനിടയിൽ വൈൻഡപ്പൊന്നും നല്ലൊരു എൻഡിങ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. എനിവേ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.